ചച്ചു വന്ന ടീച്ചർ ടൂർ പോണ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു. ആണോ? അപ്പൊ വരുമ്പോഴേ നിങ്ങക്ക് പറയാട്ടാ ടൂർ പോണ കാര്യം. അപ്പൊ അച്ഛൻ വന്നല്ലേ ഉള്ളൂ, പുളി കഴിഞ്ഞ് ചായ കുടിക്കാം. എന്നാ ചച്ചു ഇനി സ്കെച്ച് വെച്ചെഴുതട്ടാ. അമ്മ ഞാൻ ടൂറിന് പോയിക്കോട്ടെ. ടൂറിന് പോവാ ചച്ചു. അപ്പൊ വരട്ടെ. അപ്പൊ ഇപ്പൊ വരുമല്ലോ. അപ്പൊ വരുമ്പോ നമുക്ക് ചോദിക്കാം, എന്നിട്ട് പോവാട്ടാ. ചച്ചു അപ്പ വന്നിട്ടുണ്ട്. അപ്പക്ക് ചായ കൊടുക്കട്ടെട്ടാ. ചച്ചു ഇവിടെ നിന്ന് എഴുതിക്കോട്ടാ. ആ കറണ്ട് ബില്ല് അടച്ചായിരുന്നോ? അതപ്പച്ചൻ പോയി അടച്ചായിരുന്നു. പിന്നെ ചച്ചുവിന്റെ സ്കൂളിൽ നിന്ന് ടൂർ പോണെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ പോണ്ട ആൾക്കാരുടെ പേര് നേരത്തെ കൊടുക്കണം. എന്ത് പറയണം? ടൂറാ? എവിടെ ടൂർ പോണപ്പ? പോണത് 2 സ്ഥലങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ ഹിൽ പാലസും പിന്നെ ചിറ്റിലപ്പള്ളി സ്ക്വയറും. അവിടെ നമ്മൾ പോയിട്ടുള്ളതല്ല അവനെ കൊണ്ട്. അവിടെ ഒന്നും പോണ്ട. ഒരു പ്രാവശ്യം പോയതല്ലേ, ഇനി പോണ്ട. അവന് ഭയങ്കര ആഗ്രഹമുണ്ട് ചായ ടൂർ പോകണമെന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു, അമ്മ ടൂർ പൊക്കോട്ടേന്ന്. ടൂറൊന്നും വിടാൻ നിൽക്കണ്ട. എന്റെ പ്രായത്തിൽ ഞാനും ഇതുവരെ തന്നെ ടൂറ് പോകാണ്ട് തന്നെയാണ് ഞാനും വളർന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഇത്രയായത് കേട്ടാ. ഇപ്പൊ ടൂറൊന്നും പോകാൻ നിൽക്കണ്ട. അവനോട് പറഞ്ഞേക്ക് ടൂർ പോകണ്ട, ഇരുന്ന് പഠിക്കാൻ നോക്കുക 2 വർഷം. പഠിച്ചാലും എന്തെങ്കിലും ആവുള്ളൂ. എല്ലാം ടൂറൊക്കെ പോയിരുന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ പല വഴിക്കാണ് ഇപ്പൊ പോണത്. ടൂർ പോകണ്ട. ചച്ചു ടൂർ പോണ അപ്പനോട് ചോദിച്ച അമ്മ ചോദിച്ചു ചച്ചു. അപ്പൊ പറഞ്ഞേ നമ്മളൊരു പ്രാവശ്യം അവിടെ പോയതല്ലേ, അതുകൊണ്ട് ഇനി പോണ്ടാന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ടൂർ പോണം. ചച്ചു ഒരു കാര്യം ചെയ്യും, അപ്പയോട് നേരിട്ട് പോയി ചോദിച്ചു നോക്ക് കേട്ടാ. ശരി. അപ്പ ഞാൻ ടൂർ പൊക്കോട്ടെ. ടൂറൊന്നും പോകാൻ നിൽക്കണ്ട. ഞാൻ അമ്മനോട് പറഞ്ഞില്ല, നമ്മ പോയ സ്ഥലമില്ലേ, വേറെ വല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. അല്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് ടൂർ പോകാൻ നിൽക്കണ്ട കേട്ടാ. എന്തേ അപ്പ സമ്മതിച്ചാ ടൂർ പോവാൻ? ഇല്ല അമ്മ, അപ്പ പോകണ്ടെന്ന് പറഞ്ഞ. അപ്പേ ടൂർ വിടാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അപ്പച്ച പറഞ്ഞ അപ്പ കേക്കും. ചച്ചു എന്നേ അപ്പച്ചനോടൊന്ന് പറഞ്ഞു നോക്കി. അപ്പനോട് പറയാം ചച്ചുവിനെ ടൂർ വിടാൻ. അപ്പച്ച എന്തൊക്കെയുണ്ട് വിശേഷം സ്കൂളില്? അതെ, സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എന്നിട്ട് കൊച്ചു ടൂർ പോകണ്ട? ഞാൻ അപ്പനോട് ടൂർ പോയിക്കോട്ടെ എന്ന് വെച്ചപ്പേ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ ഞാൻ ചോദിക്കാന്ന്. നീ കൊച്ചിനെ ടൂർ പോകണ്ടെന്ന് പറഞ്ഞ? അതപ്പോ ഞാൻ അവനെ കൊണ്ട് പോയിട്ടുള്ളതാണ്. ഇവിടെ ഞാനും എൽജാവനും കൂടിയും ഒരു തവണ ടൂർ പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണല്ലേ? നീ എന്നാ ടൂർ പോണ? ഞാൻ ടൂർ പോണ അടുത്ത ആഴ്ച. അടുത്ത ആഴ്ചയാണോ? എന്നാ നീ ടൂർ പോകണ്ട. അതെന്താണ് ഞാൻ ടൂർ പോയാല്? നീ എവിടെയാ ടൂർ പോകണമെന്ന് പറഞ്ഞത്? അത് ഊട്ടിയില്. ഊട്ടിയിലാണ് നിന്നെ കൊണ്ടുപോയിട്ടുള്ളതല്ലേ? അപ്പൊ നീ പോകണ്ടെന്നാ? അതല്ല പറ്റേ, ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പോയി. വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടേക്കാണ്, അതുകൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാൽ നീ പോണ്ട. അപ്പച്ചന് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? എല്ലാം വണ്ടി ഏൽപ്പിച്ച് എല്ലാം പറഞ്ഞു പോയി. അജിത്തിനെ വിളിക്കാം. എടാ ജിതി, ടൂറ് വന്നായിരത്തിൽ സംശയം ഉണ്ടാ? അപ്പച്ചൻ പോണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അതെ, ആ കൊച്ചിനോട് ഞാൻ പോണ്ടെന്ന് പറഞ്ഞ ടൂറ്, സ്കൂളിൽ നിന്ന് ടൂറും ഉണ്ട്, അവിടെ പോണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോടും പോണ്ടെന്ന് പറഞ്ഞേക്കുന്നു.
ആ ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം. ആ ശരി. ശ്ശോ, നീ എന്ത് ചെയ്യൂ പോവാനായിട്ട്? കൊച്ചിനെ കൊണ്ട് പറയിക്കാം, അപ്പൊ അപ്പച്ചൻ കേക്കും, അവനെ ടൂറും വിടാം. ഞാൻ ചച്ചുവിന് ടൂർ വിടാം, പകരം എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തുപകാരം? ചച്ചുവിനോട് ടൂർ പോകണമെന്ന് പറഞ്ഞാലേ അപ്പച്ചൻ എന്നോടും ടൂർ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ചച്ചു അപ്പച്ചനോട് പറഞ്ഞിട്ട് അപ്പളെ ടൂറിന്റെ കാര്യം സെറ്റാക്കി തന്നെ. ആ കാര്യം ഞാൻ ഏറ്റി. അപ്പച്ചേ, എന്താണ് ആശാനെ? അപ്പേ ടൂർ പോവാൻ സമ്മതിച്ച്. ഇനി അപ്പേനെ ടൂർ വിട്ടോ അപ്പച്ച. ആ ഇനി അപ്പനെ വിടാട്ടോ. എടാ നിങ്ങൾ വന്നീങ്ങള്. ആ അപ്പച്ചാ, ആ ഇനി ടൂർ പോയിക്കോ. ശരി അപ്പച്ചാ. അയാൾ നിന്നൊന്ന് ടൂർ പോകുമ്പോ കൂട്ടുകാരോട് പോകുന്ന സന്തോഷവും വീട്ടുകാരോട് പോകുമ്പോൾ സന്തോഷവും രണ്ടും രണ്ടാണ്. അത് നീ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കണത് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കണം. അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. നമ്മൾ നമ്മുടെ സന്തോഷത്തെ തേടി പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള സന്തോഷങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കരുത്.